കേരളത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിനെ കുറിച്ചും അവിടുത്തെ അംഗങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മാവിന്റെ മണ്ടയിൽ ഒരു പഴുത്ത മാങ്ങ കിടക്കുവാണേ നമ്മൾ ഉന്നം പിടിച്ചെറിഞ്ഞിട്ട് ലക്ഷ്യം ഭേദിച്ചേ എന്നും പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോവുകയാണോ ചെയ്യുക? ആ മാങ്ങ തിന്നുന്നതല്ലേ അതിൻ്റെ റിവാർഡ്. അത്രയുള്ള ഹണ്ടിങ്. ദാറ്റ്സ് ഇറ്റ്. ടടട്ടടേ വിജയം. OPM സിനിമാസ് ആൻഡ് ട്രൂ സ്റ്റോറീസിന്റെ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിൽ ദിലീഷ് പോത്തൻ പറയുന്ന ഡയലോഗാണിത്. ഈ സിനിമയും അതുപോലെ തന്നെയാണ്. നമ്മൾ കുട്ടിക്കാലത്ത് മാങ്ങ എറിഞ്ഞിട്ട് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് തിന്നുന്ന ഒരു സുഖമുണ്ടല്ലോ, കുറച്ച് പുളിയും മധുരവും ഒക്കെയായി വായിൽ വെള്ളം വന്ന് ആഹാ, അതാണ് ഈ സിനിമ. ദാറ്റ്സ് ഇറ്റ്. ഹാറ്റ്സ് ഓഫ് ആഷിഖ് അബു ആൻഡ് ടീം. ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ചേരുവകൾ വളരെ ഭംഗിയായിട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ ഓരോ സീനിലും ചേർത്ത് വെച്ച അതിമനോഹരമായ ചിത്രം. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടപരമായ കാര്യം ഈ സിനിമയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ലോജിക്കിലും ടെക്നിക്കാലിറ്റിയിലുമുള്ള കയ്യടക്കമാണ്. അധികം വലിച്ചു നീട്ടാതെ ഓരോ സീനിൽ നിന്നും അടുത്ത സീനിലേക്കുള്ള ട്വിസ്റ്റ് ജമ്പിൽ കാഴ്ചക്കാരനെ കൂടി ആ ചിത്രത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തിരക്കഥയും ഷോട്ടുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലബിലെ ഫയറിംഗ് സീനിലൊക്കെ നമ്മളും ആ ക്ലബിലെ മെമ്പർ എന്ന രീതിയിൽ ഒരു തോക്കുമായി ഇരകളെ കാത്തു നിൽക്കുന്ന ഒരു ഉൾപ്പുളകം അനുഭവിക്കാൻ കഴിയും. ക്ലബ് മെമ്പേഴ്സിന്റെ കൃത്യമായ കാൽക്കുലേറ്റഡ് ഗൺ ഷോട്ടിൽ എതിരാളി താഴെ വീഴുമ്പോൾ തിയേറ്ററിൽ ഉയർന്ന കയ്യടി ആ തിയേറ്റർ എക്സ്പീരിയൻസിനെ ശരിവെക്കുന്നതാണ്. അങ്ങനെ കയ്യടിയും ചിരിയും ഉയരുന്ന പല സീനുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ക്ലബ് മെമ്പേഴ്സ് പരസ്പരം കളിയാക്കി രസിക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ കഴിയും. ആ കളിയാക്കൽ ആസ്വദിച്ച് തിയേറ്ററും ചിരി ഉയരും. കൂട്ടുകാർ കൂടിയുള്ള വെടിവെട്ടത്തിൽ ആളാകാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ നിർദോഷമായ ഫലിതങ്ങൾ കേട്ട് നാം ചിരിക്കാറില്ലേ? അതുപോലെ നമ്മളും ചിരിക്കും. സിനിമ കഴിഞ്ഞാലും ആ ഓർമ്മകൾ വീണ്ടും നമ്മളെ ചിരിപ്പിക്കും. അവിടെ സിനിമയുടെ എഴുത്തുകാരായ ശ്യാം പുഷ്കരനെയും ദിലീഷ് കരുണാകരനെയും സുഹാസിനും നമ്മൾ മാർക്കിടും. വളരെ വ്യത്യസ്തമായ കൈയടക്കത്തോടെ മുഷിപ്പില്ലാതെ ഒരു സിനിമ എഴുതി വെച്ചതിന് ഈ ചിത്രത്തിന്റെ ടെക്നിക്കൽ ടീം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരാണ്. ആർട്ട് വർക്കും അഭിനന്ദനീയമാണ്. മെയിൻലി കളർ സ്കീം, റെഡ് ടോണിന്റെ മാസ്മരികത ഒരു ക്ലബ് വൈബ് ക്രിയേറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ആർട്ട് വർക്കിലെ ഡീറ്റെയിലിംഗ് അതിമനോഹരമായി നമുക്ക് ഫീൽ ചെയ്യും. വനമധ്യത്തിലുള്ള ഒരു പെക്യൂലിയർ റൈഫിൾ ക്ലബ്ബ് വളരെ സൂക്ഷ്മതയോടെ ആസ്വാദ്യകരമായ ഒരു പാരലൽ വേൾഡ് നമുക്ക് കാണിച്ചു തരുന്നു. റൈഫിൾ ക്ലബിന്റെ സംഗീതത്തിൽ റെക്സ് വിജയൻ രചിച്ച സൗണ്ട് ട്രാക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉജ്ജ്വലവും പിരിമുറുക്കം സൃഷ്ടിക്കുന്നതുമാണ്. സിനിമയുടെ ടോട്ടാലിറ്റി ഒട്ടും ചോരാതെ ഓരോ രംഗത്തിലും പ്രേക്ഷകനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ അതിന് കഴിയും. സിനിമയിലെ ഗാനം വിമർശന വിധേയമാണെങ്കിലും സാന്ദർഭികമായി രംഗത്തോട് യോജിച്ചു പോകുന്നതാണ്. സിനിമയുടെ സാങ്കേതികമായ തികവിനെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. കാരണം സംവിധായകൻ ആഷിഖ് അബുവിന്റെ ചിത്രങ്ങൾ എന്നും അങ്ങനെയുള്ളതാണ്. ചടുലവും സുന്ദരവുമായ സീൻ മേക്കിംഗ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. കഥ പറച്ചിലിന്റെ ശൈലി ആസ്വാദകരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയുടെ സാധാരണ ഫോർമാറ്റിൽ നിന്നും ഒരു ഗെയിം മൂഡിൽ കളിക്കാരെ നിരത്തിയുള്ള പ്രകടനങ്ങൾ, വിക്കറ്റ് വീഴ്ചയുടെ കൗണ്ടിങ് പോലെ അവസാന പന്ത് വരെ ഉദ്വേഗവും ആവേശവും ഒട്ടും ചോരാതെ പൊരുതി നിൽക്കുന്ന പോരാളികളായി ഓരോ കഥാപാത്രവും മാറുന്നു. മംഗലാപുരത്ത് നിന്നും വെപ്പൺ ഡീലറായ ദയാനന്ദ് ബാരെ അനുരാഗ് കാശ്യപിന്റെ വേഷം, തൻ്റെ ഇളയ മകന്റെ കൊലപാതകികളെ അന്വേഷിച്ച് റൈഫിൾ ക്ലബിലേക്ക് വരുന്നു. ക്ലബിൽ ആദ്യം വരുന്നത് മൂത്ത മകൻ ബീര, ഹനുമാൻ കൈൻഡ് ചെയ്ത വേഷം. തുടർന്ന് ദയാനന്ദ് ബാരെ തൻ്റെ എല്ലാ സന്നാഹങ്ങളോടും ക്ലബിലേക്ക് വരുന്നതും തുടർന്നുള്ള ഉദ്വേഗഭരിതമായ രംഗങ്ങളും ആണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. റൈഫിൾ ക്ലബിലേക്ക് അതിക്രമിച്ച് കയറിയവരെ നേരിടാൻ ക്ലബ് മെമ്പേഴ്സ് തീരുമാനിക്കുന്നു. ആ വേൾഡിൽ ഹണ്ടേഴ്സ് അവരുടെ റൂൾ നടപ്പാക്കുന്നു. The real hunting and war begins. ഇതാണ് റൈഫിൾ ക്ലബ് എന്ന സിനിമയുടെ തീം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ്, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, ഉണ്ണിമായ പ്രസാദ്, വിഷ്ണു അഗസ്ത്യ, സന്ന ഹെഗ്ഡെ, ഹനുമാൻ കൈൻ, റംസാൻ മുഹമ്മദ്, നവനി ദേവാനന്ദ് തുടങ്ങിയവരാണ്. പ്രൊഡക്ഷൻ OPM സിനിമാസ് ആൻഡ് ട്രൂ സ്റ്റോറീസ്. ആഷിഖ് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ് ടോണി എന്നിവരാണ്. എഡിറ്റിംഗ് വി സാജൻ, സംഗീതം റെക്സ് വിജയൻ, ആൻഡ് ഫൈനലി ഡയറക്ഷൻ ആൻഡ് സിനിമാറ്റോഗ്രഫി ആഷിഖ് അബു. ഇവർ മാത്രമല്ല
ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ ഒരു നീണ്ട ഒരു നിര തന്നെയുണ്ട്. ഓരോ പ്രോപ്പർട്ടീസ് വരെ കൃത്യമായി അടുക്കി കഥാനുഗതിയുടെ ഭാഗമായി മാറ്റിയ നിരീക്ഷണ പാഠവും സ്ക്രിപ്റ്റ് സെൻസും വെളിപ്പെടുത്തുന്നതാണ് ഇതിലെ വേഷങ്ങൾ. ചുവരിൽ തൂങ്ങുന്ന ഫോട്ടോയും തോക്കും ബുള്ളറ്റും എന്തിനേറെ വേട്ടമൃഗത്തെ കാട്ടിൽ നിന്നും ക്ലബിലേക്ക് എത്തിക്കുന്ന കൺവെയർ റോപ്പ് സിസ്റ്റം വരെ സൈലന്റ് ക്യാരക്ടറായി വേഷമിട്ടിരിക്കുന്നു. അവർക്കുള്ള അർഹമായ പ്രാധാന്യം സിനിമ കാണുമ്പോൾ മാത്രം മനസ്സിലാകുന്നതാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരു നായക കഥാപാത്രമോ നായികയോ ഇല്ല എന്നുള്ളതാണ്. ഒരു കുടുംബത്തിലേക്ക് വന്നവർ ഒന്നിച്ചു നിന്നൊരു പ്രൊട്ടക്റ്റീവ് ആക്ഷന്റെ ഭാഗമാകുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ആ കൃത്യം അവർ ഒന്നിച്ച് ചെയ്തതിന്റെ ആ ത്രില്ലിംഗ് എഫക്റ്റ് വളരെ ഭംഗിയായി ഡയറക്ടറും ക്യാമറാമാനുമായ ആഷിഖ് അബു നമുക്ക് കാണിച്ചു തരുന്നു. റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലൂടെ സിനിമാഭിനയം തുടങ്ങിയ ഹനുമാൻ കൈൻഡിന് ഇതൊരു നല്ല തുടക്കമായിരിക്കും. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്രയ്ക്കും മനോഹരവും ഭാവിയുള്ളതുമാണ്. ദിലീഷ് പോത്തൻ അടക്കമുള്ള മറ്റു താരങ്ങൾ കൈയടക്കത്തോടെ ചെയ്തു വെച്ച വേഷങ്ങൾ സിനിമയുടെ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നതാണ്. ഇവിടെ ഞങ്ങൾ സിനിമയുടെ കഥ പറച്ചിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഏത് സിനിമയും ആസ്വാദ്യപൂർണമാകുന്നു തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ അതിൻ്റെ എല്ലാ എഫക്ട്സൂടെയും കാണുമ്പോൾ മാത്രമാണ്. ഒരു സിനിമയുടെ മേക്കിംഗ് മുതൽ അത് സ്ക്രീനിൽ തെളിയുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു. മലയാളി പ്രേക്ഷകന് ഈ ക്രിസ്മസിന് സമ്മാനമായി ഇറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് മാത്രമാണിത്. രക്തരൂക്ഷവും സംഘടനഭരിതവുമായ ഒരു നല്ല ചിത്രം പ്രായഭേദമന്യേ വെറുപ്പില്ലാതെ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ ചിത്രം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. റൈഫിൾ ക്ലബ്ബ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. ഇതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും പരിപൂർണമായി ആസ്വദിക്കണമെങ്കിൽ ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കൂ. ഡോണ്ട് മിസ് ഇറ്റ്. റൈഫിൾ ക്ലബ്ബ്.